കപ്പയും യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക കൊണ്ടുള്ള ഉപ്പേരിയാണ്, അല്ലെങ്കിൽ കോവയ്ക്ക കൊണ്ടുള്ള ഒരു തോരനാണ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും തന്നെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒന്നാണ് ഈ കോവയ്ക്ക. വള്ളിയായിട്ടാണ് ഇത് കാണപ്പെടാറ്. ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്തിട്ടുള്ള കോവയ്ക്കകളാണ് നമ്മളിവിടെ എടുക്കുന്നത്. ആവശ്യത്തിന് കോവയ്ക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് നമുക്കിനി അരിയണം. ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയാണ്. ഇനി ഈ തോരനിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയുള്ളി ആയാലും കുഴപ്പമില്ല, പച്ചമുളക്, ഇതുകൂടാതെ കടുക്, വെളിച്ചെണ്ണ, ഉപ്പ് തുടങ്ങിയവയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും നമ്മളിവിടെ ഉപയോഗിക്കുന്നു. ആദ്യമായി നല്ല ചൂടായിട്ടുള്ള ഇരുമ്പ് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. ആവശ്യത്തിന് കറിവേപ്പില ഇടാം. ഉള്ളി ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർക്കാം. കോവയ്ക്ക നന്നായിട്ട് ഇളക്കി ഏകദേശം എല്ലായിടത്തും ഉള്ളി വരുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. കോവയ്ക്ക ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം.
രുചി കുറച്ചുകൂടി ലഭിക്കുന്നതിനായിട്ട് കറിവേപ്പിലയും പച്ചമുളകും നമുക്ക് ഇതിനു മുകളിൽ വയ്ക്കാം. ശേഷം ഒന്നുകൂടി അടച്ചു വയ്ക്കാം. കോവയ്ക്കയിലേക്ക് നമുക്ക് മുളക് പൊടി ഇടാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിന് മുകളിൽ ഒഴിക്കാം. ഇനി നന്നായിട്ട് നമുക്ക് നമ്മുടെ ഉപ്പേരി അല്ലെങ്കിൽ തോരൻ ഇളക്കാം. രുചിയൂറുന്ന കോവയ്ക്ക തോരൻ തയ്യാറായി കഴിഞ്ഞു. കോവയ്ക്ക ഷുഗർ പേഷ്യൻസിന് നല്ല ഒന്നാണ്. ഷുഗർ കുറയാൻ നല്ലൊരു മരുന്നാണ് ശരിക്കും കോവയ്ക്ക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി പോസ്റ്റ് ചെയ്യുക.